പശു അവയ്ക്ക് കിട്ടി അങ്ങനെ രണ്ട് പട്ടികളുണ്ട്. പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോഴീനൊക്കെ കണ്ടപ്പോൾ കോഴി ഫാമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ നാടാണെന്നല്ലേ. ഇത് നാടല്ല കേട്ടോ, ഞങ്ങളിപ്പോഴും ബഹ്റൈനിൽ തന്നെയാണ്. ബഹ്റൈനിലെ ബുദയ്യ എന്നുള്ള സ്ഥലത്ത് ഒരു ഫാമിലേക്ക് വന്നിക്കാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, അവിടെയുള്ള വിശേഷങ്ങൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇനി കാണാം. എന്താ പറയുക, ഇത്രയ്ക്ക് നല്ല പച്ചപ്പും നമ്മുടെ നാട് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പറയ്. ഇതാണ് നമ്മുടെ ഫാം. ഈ ഫാം ഇതുവരെയും കണ്ടേലും കാണാത്തേലും ഏറ്റവും ബെസ്റ്റ് ഫാമാണ്. മയിലുണ്ട്, കുയിലുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആരും കണ്ടതിന് ശേഷം കാര്യം പറയൂ. ഓക്കെ. നമ്മളിപ്പോൾ നമ്മുടെ ഷാജിയുടെ ഫാമിലിയുടെ കൂടിയാണ് കേട്ടോ അവിടേക്ക് വന്നിരിക്കണത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇങ്ങനെ ആദ്യം തന്നെ ചെന്നപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ പ്രാവിൻ്റെ കൂടും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. കുറച്ച് പ്രാവിനൊക്കെ തുറന്ന് ഇട്ടിട്ടുണ്ട്, കുറച്ച് കൂട്ടിലുണ്ട്. അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ രണ്ട് ചേട്ടന്മാരുണ്ട്, തമിഴരാണ് അവർ. അപ്പോൾ അവരാണ് ഈ ഫാമും കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു പ്രാവിൻ്റെ ഫാം അല്ല പ്രാവിൻ്റെ കൂട് തട്ടിങ്ങ് എൻ്റെ അങ്ങോട്ട് തുടങ്ങുകയാണ്, നടന്ന് കണ്ടോളാൻ പറഞ്ഞു ഞങ്ങളോട്. ഇത് നമുക്ക് രണ്ട് മയിൽപ്പീലി ഇട്ട്, ഒന്ന് വെള്ള ഒന്ന് കളറിന്റെ. ഇവിടെ വെള്ള ശരിക്കും കാണിച്ചേ, വെള്ള ശരിക്കും കാണിച്ചേ. വെള്ള മയിലിന്റെ പീലി നമ്മുടെ സാധാരണ മയിലുണ്ട്. മയില് കോഴിയൊക്കെ നടക്കുന്നുണ്ട്, നീ കാണുന്നുണ്ടാ? മയിൽ അങ്ങോട്ട് പോയി, മയിലിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ടി വരേ. ആ ആട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഫാമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ മയിലുണ്ട്, കോഴിയുണ്ട്, പ്രാവുണ്ട്, എല്ലാവിധ മയിലൂടൊക്കെ കണ്ട പീലികളൊക്കെ വീണ് കിടക്കുക. മയിലിൻ്റെ ഒക്കെ കേടായി കാണിച്ചേരേ. ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് പഴയ പീലികൾ. ശിവനൊക്കെ കേടായിപ്പോയി. പശു അവയ്ക്ക് കിട്ടി അങ്ങനെ രണ്ട് പട്ടികളുണ്ട്. അതെ മയിലുകള് കണ്ടോ? ഇല്ല ചേട്ടനില്ലേ, ഇങ്ങനെ നടക്കാം പതുക്കെ. മയിൽപ്പീലി തപ്പി നടക്കുകയാണ് നമ്മള്. നീ നിക്കണ മയിലുകള്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഇങ്ങനെ തോടൊക്കെ കീറി വെള്ളം പോവാനായിട്ട് ചാല് നിൽക്കുന്നു. ആ നമ്മുടെ മറ്റേ നാരങ്ങയല്ലേ അത്, എവിടേക്കുണ്ട് നാരങ്ങ. ഓ ഇവിടെ നിറച്ചത് താറാവുകളാണ്. താറാവ് തണ്ണിമത്തൻ കഴിക്കാനിട്ട് കൊടുത്തേക്കണം. വാത്തയുണ്ട്.
3 പേര് പുറത്ത് ചാടിയിട്ട് അകത്ത് കിടക്കാൻ വഴിയില്ലാണ്ട് നടക്കാം. കുറച്ച് കോഴികളുണ്ടേ. ഇതേ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നിറച്ച് മരങ്ങളും നനിയും ഒക്കെ ആയിട്ട് വേറെ. ഒരു മയിൽ നിൽക്കണം, ഒളിഞ്ഞു നിൽക്കണുണ്ട്. ആരാണ് അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത്? അങ്ങോട്ട് പോയി. കാണില്ല. അപ്പൊ നമ്മള് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നത്തെ പോലെ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ബീഫ് ബിരിയാണി. കൊണ്ട് കിട്ടുമ്പോ കൈ കഴിട്ടോ. എങ്ങടാ? അപ്പൊ ഇത് നമ്മുടെ അണ്ണന്മാര് തന്ന കറിയാണ്. എന്താണ്? മട്ടൻ ലഗോ, മട്ടൻ കുളമ്പ്. അപ്പൊ ഇതാണ് നമ്മുടെ മട്ടൻ കുളമ്പ്. പിന്നെ മുട്ടൻ തന്നിട്ടുണ്ട് അണ്ണന്മാര്. പതുക്കെ മുന്നിലോട്ട് പോകും. തീയിൽ പോയതാട്ടോ. അതിലും കൂടെ വേണം. ഇത്രയും ബെസ്റ്റ് സ്ഥലം നിങ്ങളുടെ നാട്ടിൽ കണ്ടോ? അല്ലേ മാവല്ല അത്? ഇതെല്ലാം ബദാമാട്ടോ. ആ കോഴി കൂടെ വെക്കുമ്പോ ശരിക്കും നാട് പോലെ ഉണ്ടല്ലേ അല്ലേ? അങ്ങനെ കുറച്ച് നേരം നമ്മളെ നാടിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ. കാരണം ഒരു ചൂടില്ല, ഒന്നുമില്ല. കാരണം ചുറ്റും മരങ്ങളും പിന്നെ അവിടെ നനയൊക്കെ ഉള്ള കാരണം അതിൻ്റെ ഒരു തണവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, മയിലിനൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിട്ടിക്കുക. അതായത് നമ്മളിങ്ങനെ മയിലിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമായിരുന്നു, വീഡിയോ എടുക്കാനും ഒക്കെ ചെയ്യുമായിരുന്നു. 3 തരം മയിലിനെ നമ്മൾ അവിടെ കണ്ടു കേട്ടോ. 3 തരം എന്ന് വെച്ചാൽ 3 കളറുകൾ, ബ്രൗൺ കളറ്, പിന്നെ വെള്ള കളറ്, പിന്നെ നമ്മൾ ഈ കാണുന്ന പോലത്തെ സാധാരണ നമ്മൾ മിക്കതും കാണാറുള്ള പോലത്തെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണാറുള്ള പോലത്തെ പീക്കോക്ക് അങ്ങനെ കണ്ടു നമ്മൾ. പിന്നെ കോഴി, താറാവ്, പ്രാവ്, ആട് അങ്ങനത്തെ അതിനൊക്കെ കണ്ടു നമ്മൾ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു മനസ്സിന് നല്ലൊരു എന്താ പറയുക ഒരു സന്തോഷം തോന്നി നമുക്കിങ്ങനെ കുറച്ച് നേരം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്നപ്പോൾ. കാരണം നമ്മളിങ്ങനെ നമുക്ക് പുറം നാട്ടിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യാം. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെയുള്ള മയിൽപ്പീരികളൊക്കെ ഞങ്ങളിങ്ങനെ പറക്കിയെടുത്തോട്ടെ. അതിൽ നല്ലത് കണ്ടപ്പോൾ നല്ലതെന്ന് തോന്നിക്കുന്നത് മാത്രമേ ഞങ്ങൾ ഇങ്ങനെ എടുത്തുള്ളൂ. അവിടെ ഇങ്ങനെ നനയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കുറച്ചൊക്കെ ചെളിയും അതൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. കുറേ ഇങ്ങനെ അവർ കാണാണ്ട് പോയിട്ട് നല്ലതൊക്കെ അവിടെ അണ്ണന്മാരൊക്കെ എടുത്തു വെച്ചിരുന്നത് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ അതിൽ നല്ലത് കണ്ടതും ഞങ്ങളിങ്ങനെ പറക്കിയെടുത്തു. അപ്പോൾ ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രാവശ്യം വരാം. കാരണം അത്രയ്ക്ക് നമുക്ക് നല്ലൊരു ഇഷ്ടമായി പോയി ബുദ്ധയിലുള്ള ഈ ഫംഗ്ഷൻ. நிம்மதியா இருக்கு. 2 வார்த்தை பேசுங்க. 2 வார்த்தை பேசுங்க. இங்க வந்தது ரொம்ப சந்தோஷம். நீங்க வாரது எனக்கு ரொம்ப சந்தோஷம். நான் அதனால கூப்பிட்டது. உங்களை எல்லாரும் பார்க்கும்போது எனக்கு ஊர்ல பாக்குற மாதிரி எனக்கு ஒரு சந்தோஷம். இந்த ஃபார்மினை பத்தி എന്താ சொல்லுங்க? அனிவா வராது. ஃபார்மினை பத்தி சொல்லுங்க. எத்தனை வருஷம் ஆச்சுங்க நீங்க இப்ப வந்தது? எனக்கு ஒரு சந்தோஷம். எத்தனை வருஷம் ஆச்சுங்க? நான் 31 வருஷம் ஆச்சு. 31 வருஷம் ஆச்சு. கொண்டாட்டி இருக்கா? இங்க இருக்கா? ஊர்ல இருக்கா? அவனுக்கு காலேஜ் படிச்சு கொல்லத்துல முடியுது. அப்படியா? ஊரு மெட்ராஸ் தான். பேர் சொல்லுங்க. சரவணன். என்ன?
சரவணன் சரவணன் வளர்மதி சரவணன். ഓക്കെ ഇതെല്ലാം ടിവിയിൽ വരുങ്ക. ഓക്കെ താങ്ക് യു വെരി മച്ച്. ஓகே ഫാമിന് പേരില്ല, ഒള്ളി ഫാം. ഫാമിന് പേര് ഇരിക്കാ? ഫാമുക്ക് பீகாக் ஃபார்ம் பஹ்ரைன். ഫാമിന് പേര് ഇരിക്കാ? காடன் பேரா? காடன் பேர் പേര് കടയാത് ഫാം. பீகாக் அவரு கூட ஏதாவது பேசுங்க வந்து பேசுங்க. அவன் வந்து என் தம்பி குமார். குமார் பேர் சொல்லுங்க. அவனுடைய பாரியா ஜெயமணி. குமார் பாரி ஜெயமணி. மகனும் 2 மகனும் இருக்கு. அப்படியா? அவனு என் தம்பி. ஓகே, 2 பேரும் நல்லா இருக்குங்க. 2 பேரும் நெக்ஸ்ட் 2 வீக்ஸ் അങ്ങനെ சண்டை போட்டுக்கிறோம். അങ്ങനെ ஒண்ணு குடிக்கிறோம். അങ്ങനെ நல்லா இருக்கு நல்லா இருக்கு. என் தம்பி அவன். இந்த ஃபார்ம் பாத்துக்கிறேன். போன் நம்பர் கொடுத்துருக்கேங்க, அவர் போன் பண்ணுவாரு. தேங்க் யூ வெரி மச். ஓகே நீ அவரை பத்தி இது വരുങ്ക അതെല്ലാം പറയല്ല. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഫാം? എങ്ങനെയുണ്ട്? നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, എല്ലാം നമുക്ക് വേണ്ടി ചെയ്യാം. ശരിയേടാ, നെക്സ്റ്റ് ടൈം. എനിക്കൊരു സന്തോഷം. അപ്പൊ ഞങ്ങള് ഫാമൊക്കെ കണ്ടിട്ട് പോവാണ്. നമ്മളിനി തണുപ്പ് സീസണിൽ വരുന്നതായിരിക്കും ഫാമിന്റെ വേറൊരു മനോഹരമായ ഭംഗി കാണാനായിട്ട്. അപ്പൊ മയിലുകൾക്കൊക്കെ പീല് വരും, പീല് നിവർത്തിയാടുന്ന നല്ല മയിലുകളൊക്കെ കാണാം, കൃഷികളെല്ലാം കാണാം. ഇപ്പൊക്കെ കൃഷി എല്ലാം ചൂടായത് കാരണം എല്ലാം പോയിരിക്കുകയാണ്. ഇവിടെ പിന്നെ വേറെന്ത് കൃഷിയുള്ള ബദാമെല്ലാം ഉണ്ട്? ഇതിപ്പോ ഈ ചൂട് സീസണിൽ ബദാം നട്ടേക്കുണ്ടായി. ഇനിയിപ്പൊ ഇവര് മത്തങ്ങ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ മത്തങ്ങയായിരുന്നു, പിന്നെ ഉള്ളി, സവോള, തോടിന്റെ അപ്പുറപ്പുറമായിട്ട് അതിലേക്ക് സ്ട്രോബെറി ഒക്കെ നല്ലോണം ഉണ്ടല്ലേ. സ്ട്രോബെറി അല്ല, മൾബറി ഉണ്ടാകുമായിരുന്നു. നല്ല രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്. മൾബറി മൾബറി മരണം എല്ലാം ചൂടല്ലേ, അതുകൊണ്ട് ഇനി നമുക്ക് തണുപ്പ് സീസണിലുള്ള ഈ ആസ്വദിക്കാം. അതെ, ഓക്കെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ഗൈസ്. കുളിച്ചിരിക്കുന്നുണ്ട് ഒരാള്. പെണ്ണാണ് കണ്ടറിയാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അതേ മയിൽപ്പീലിയൊക്കെ വണ്ടിയുടെ ബാക്കിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.